ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ദി മല്ലു ബാങ്കർ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു വീഡിയോയിൽ അതിൽ ചെയ്ത ഫസ്റ്റ് പസിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോ അത് മാത്രം ഒന്നുകൂടി ചെയ്ത് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ എടുത്തതിൽ വന്ന ഒരു മിസ്റ്റേക്കാണ്. സോ നമുക്ക് ഈ ഒരു പസിൽ ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? 8 persons ആണ് പറയുന്നത്. വർക്കിംഗ് ഇൻ ദ പോലീസ് ഫോഴ്സ് അറ്റ് ഡിഫറെൻറ്റ് ഡെസിഗ്നേഷൻ സച്ച് ആസ് DGP, IG, കമ്മീഷണർ, ACP, SP, DSP. ഓക്കെ, DGP, IG, കമ്മീഷണർ, ACP, SP, DSP, CI ആൻഡ് SI. ആദ്യം ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുടെ നെയിം വേണം ആദ്യം എഴുതാൻ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഏറ്റവും താഴെ, അങ്ങനെ വേണം നമ്മൾ പസിൽ ഈ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആ ഒരു ഹൈറാർക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട്. ദെൻ എസ് ഈസ് 3 persons സീനിയർ ടു ദ വൺ ഹു ഈസ് ഇമ്മീഡിയറ്റ് ജൂനിയർ ടു ക്യൂ. ക്യൂവിന് ഇമ്മീഡിയറ്റ് ജൂനിയർ ഇരിക്കുന്ന ആളുടെ 3 persons സീനിയർ എന്നാണ് പറയുന്നത്. ക്യൂവിന് ഇമ്മീഡിയറ്റ് ജൂനിയർ ഇരിക്കുന്ന ആളുടെ 3 persons സീനിയർ എന്ന് പറയുമ്പോൾ തമ്മിലുള്ള ഗ്യാപ്പ് എസും ഇങ്ങനെ ആയിരിക്കും ആ ഒരു ഇത് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത എന്താണ് പറയുന്നത്? ആസ് മെനി പേഴ്സൺസ് സീനിയർ ടു ക്യൂ ആസ് ജൂനിയർ ടു എം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്ത എന്താണ് പറയുന്നത്? എം ഈസ് ജൂനിയർ ടു ACP. ACPക്ക് ജൂനിയർ ആണ് എം. അപ്പോൾ എം ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. ഇത്രയും പോസിബിലിറ്റീസ് ആണ് എമ്മിനുള്ളത്. ഓക്കെ, ഇച്ചിരി കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ആണ് എമ്മിനുള്ളത്. അതുപോലെ തന്നെ എന്താണ്? ആസ് മെനി പേഴ്സൺസ് ആർ സീനിയർ ടു ക്യൂ ആസ് ജൂനിയർ ടു എം. അപ്പോൾ എമ്മിന് ജൂനിയർ എത്ര പേരുണ്ട്? ഇവിടെ 3 പേരുണ്ട്. അപ്പോൾ ക്യൂവിന് സീനിയർ ആയിട്ട് 3 പേര് കാണും. ഇവിടെ എമ്മിന് ജൂനിയർ 2 പേര്. അപ്പോൾ ക്യൂവിന് സീനിയർ ഇവിടെ 2 പേര്, ഇവിടെ ഒരാൾ, അപ്പോൾ ഇവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇങ്ങനെ. ഓക്കെ, ദെൻ അല്ലാണ്ട് നമ്മൾ ആദ്യത്തെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് വരണം. അപ്പോൾ എന്താണ്? ക്യൂവിന് തൊട്ട് താഴെയുള്ള ആളുടെ 3 persons സീനിയർ ആണ്. യെസ്, ഇങ്ങനൊരു ഇത് വരണം. അപ്പോൾ പക്ഷേ ഇവിടെ അത് വരയ്ക്കാൻ നമുക്ക് ഓക്കെ, ഇവിടെയും വരയ്ക്കാം. SQ ഇങ്ങനെ വരും. ഓക്കെ, ദെൻ ഇവിടെ നമുക്കത് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കേസ് ക്യാൻസൽ ആയിപ്പോയി. അതുപോലെ തന്നെ ഈ കേസും ക്യാൻസൽ ആയിപ്പോയി. ഇനിയുള്ളത് ഈ 2 കേസ് മാത്രമാണ് ഉള്ളത്. ഓക്കെ, നമുക്കത് മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാം. One second. ഒരു 2 എണ്ണം മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് വരയ്ക്കാം. ഓക്കെ, അതാകുമ്പോൾ കൺഫ്യൂഷൻസ് ഒഴിവാക്കുക, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എസും ക്യൂവും ഓക്കെ ഇങ്ങനെ വന്നു. ദെൻ അടുത്ത എന്താണ് പറയുന്നത്? എം ഈസ് ജൂനിയർ ടു ACP. ആ ഒരു പോയിന്റ് വരെ കഴിഞ്ഞു. അടുത്ത എന്താണ്? ആ ഒരു പോയിന്റ് വരെ കഴിഞ്ഞു. ദ നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു L is 2 less than number of person junior to P. P is junior to R. Odd number of persons are designated between L and O who is senior to N. ഇത്രയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് വൺ നമ്മൾ ചെയ്തു. ആസ് മെനി പേഴ്സൺസ് ആർ സീനിയർ ടു Q ആസ് ജൂനിയർ ടു M എന്നുള്ള ആ ഒരു പോസിബിലിറ്റിയും കൊടുത്തു. നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു L ഈസ് 2 less than പേഴ്സൺസ് ജൂനിയർ ടു P. P എന്താണ്? ആറിനേക്കാൾ ജൂനിയർ ആണെന്നും പറയുന്നുണ്ട്. ദെൻ നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു L ഈസ് 2 ലെസ് ദാൻ. Pന് ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരേക്കാൾ 2 ലെസ് ആണ് എന്തെന്ന് പറയുന്നത്? Pന് ജൂനിയർ ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് 2 ലെസ് ആണ്. എന്ത്? സോറി, ദ നമ്പർ ഓഫ് പേഴ്സൺ സീനിയർ ടു L, അതായത് എല്ലിന് സീനിയർ ആയിട്ടുള്ള ആൾക്കാർ 2 ലെസ് ആണ് Pന് ജൂനിയർ ഉള്ളതിനേക്കാൾ. അതായത് ഇപ്പോൾ Pന് ജൂനിയർ ആയിട്ട് ഇവിടെ 2 പേരാണെന്നുണ്ടെങ്കിൽ എല്ലിന് ജൂനിയർ ആരും കാണില്ല. ഇങ്ങനൊരു പോസിബിലിറ്റി വരാം. അതല്ലാണ്ട് Pന് ഒരാളാണ് ജൂനിയർ എന്നുണ്ടെങ്കിൽ അത് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ 2 മിനിമം വേണം, എന്നാലേ ഉള്ളൂ നമുക്ക് 0 എന്നുള്ളൊരു പോസിബിലിറ്റി ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ P നമ്മൾ ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5, അപ്പോൾ അതിനേക്കാൾ 3 എണ്ണം വരണം. അപ്പോൾ എല്ലിനെ നമുക്ക് ഇവിടെ നിന്ന് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്താണ്? Pനെ ഇവിടെ കൊടുക്കാം. Pന് ഇവിടെ കൊടുക്കുമ്പോൾ 2 പേര്, ആ 2 പേര് കുറവാണ് ഇവിടെ എല്ലിന്. അപ്പം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ P നമ്മൾക്ക് ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 6
പി ഇവിടെ കൊടുക്കുകയാണെങ്കിൽ 1 2 3 4 5 6 6നേക്കാൾ 2 ലെസ് എന്ന് പറയുമ്പോൾ 1 2 3 4 ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പോസിബിലിറ്റി, അതായത് പി ഇവിടെ കൊടുക്കാം, ദെൻ എൽ ഇവിടെ കൊടുക്കാം, അങ്ങനെ ഒരു പോസിബിലിറ്റിയും കൂടെ വരും. അപ്പോൾ രണ്ട് പോസിബിലിറ്റിയും കൂടെ വരും. അതല്ലാതെ പി നമുക്ക് ഇവിടെ കൊടുക്കാം. പി ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 ആയി, പക്ഷേ 2 ലെസ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് വരയ്ക്കത്തില്ല. അപ്പം ഈ രണ്ട് പോസിബിലിറ്റി, ഇപ്പം 3 പോസിബിലിറ്റി ആയി. ദെൻ അടുത്ത് നമ്മളുടെ പറയുന്നത് എന്താണ്, പക്ഷേ പി എന്ന് പറയുന്ന ആറിന് ജൂനിയർ ആണെന്ന് പറയുന്നുണ്ട് ഈ ഒരു കേസ് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ആറിനെ ഇവിടെ കൊടുക്കാം, പക്ഷെ ഇവിടെ പി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആറിനെ ഒരിടത്തും കൊടുക്കാൻ പറ്റില്ല. സോ ആ ഒരു ഇത് ക്യാൻസൽ ആയി പോയി. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ, ഇവിടെ വേറെ എല്ലിനെ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? സീനിയർ ടു എൽ എന്ന് പറയുന്നത് 2 ലെസ് ആണ്, ജൂനിയർ ടു പി ഇവിടെ കൊടുക്കാനും പറ്റില്ല. അപ്പോൾ എന്താണ് 2 4 വന്നു കഴിഞ്ഞാൽ 2 എന്നുള്ളത് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പോസിബിലിറ്റിയും കട്ടായി പോയി. ദെൻ ഓഡ് നമ്പർ ഓഫ് പേഴ്സൺസ് ആർ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ എൽ ആൻഡ് ഒ. എൽ ആൻഡ് ഒക്ക് ഓഡ് നമ്പർ ഓഫ് പീപ്പിൾസ് ആണ് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്. 1 2 3 4 5 അത് തന്നെ ഓഡ് നമ്പർ ആണ്. അത് എല്ലും ഒയും. ഒ എന്ന് പറയുന്നത് എന്നിന് സീനിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ പസിൽ വരേണ്ടത്. ഞാൻ ആദ്യം ചെയ്തപ്പോൾ എന്തോ ഒരു മിസ്റ്റേക്ക് ആണ് എനിക്ക് വന്നത്. സോ സോറി, അത് എന്തോ എൻ്റെ ഒരു മിസ്റ്റേക്കിലാണ് അങ്ങനെ സംഭവിച്ചത്. നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ ആണ് അത് കാണിച്ചു തന്നത്. ഓക്കെ, ദെൻ ഹൗ മെനി പേഴ്സൺസ് ആർ സീനിയർ ടു എസ് എന്ന് ചോദിക്കുന്നതിന് എന്താണ്, ആസ് മെനി പേഴ്സൺസ് ആർ ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി ആണോ? അതെ, ആസ് മെനി പേഴ്സൺസ് ഡെസിഗ്നേറ്റഡ് ബിറ്റ്വീൻ ക്യൂ ആൻഡ് പി. ക്യൂവിനും പിനും ഇടയിൽ എത്ര പേരെ ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരാളെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ളൂ അല്ലേ. അതുപോലെ തന്നെ എസിന് സീനിയർ ആയിട്ട് ഒരാളേ ഉള്ളൂ. സോ നമ്മളുടെ ആൻസർ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ഓക്കെ, എൽ എസ് ആർ ക്യു എം പി ഒ എൻ എസ്. ഓക്കെ, കറക്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു പസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടുള്ളവർ തീർച്ചയായിട്ടും ഈ ഇതും കൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ചെയ്തിട്ട് ഒരു തെറ്റ് സംഭവിച്ചിട്ട് കൊണ്ടാണ് ഇത് ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ചെയ്തത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.